നമ്മളിതാ മൂന്നാറെത്തി. നമ്മളിപ്പോ മഷ്റൂം റൈസ്. മൂന്നാറിലെ ഓറഞ്ച് തോട്ടങ്ങൾക്കിടയിലൂടെ ഞങ്ങൾ നടക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് കൂത്താട്ടുകുളം സ്റ്റാൻഡിലാണ് എറണാകുളത്ത്. ഇന്നലെ രാത്രി ഞങ്ങൾ കണ്ണൂർ നേരെ എറണാകുളത്ത് എൻ്റെ റൂമിൽ പിറവത്ത് വന്നിട്ട് അവിടെ നിന്ന് നേരെ ഇവിടെ വന്നിട്ട് മൂന്നാറേക്ക് പോകുന്ന പ്ലാനിലാണ്. ഞങ്ങളുടെ മൂന്നാർ യാത്രയുടെ തുടക്കം ഇതാ നമ്മൾ കൂത്താട്ടുകുളം സ്റ്റാൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞങ്ങളുടെ കൂടെ അരുൺ, മാളു, ഉണ്ണി. അങ്ങനെ 10 മണിക്ക് എത്തേണ്ട ബസ്സായിരുന്നു. പക്ഷേ കുറച്ച് ലേറ്റായിപ്പോയിട്ട് അങ്ങനെ ബസ് ഇവിടെ എത്തി. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ബസ് കയറിയിട്ട് നേരെ മൂന്നാറേക്ക് പോകുന്നത്. അവർ സീറ്റൊക്കെ പിടിച്ച് അവിടെ ഇരുന്നിട്ടുണ്ട് രണ്ടുപേരും. ഒരാളത്തെ ഫ്രണ്ടിൽ, ഒരാളത്തെ ബാക്കിൽ. അങ്ങനത്തെ അതെ, രണ്ടുപേരും. അങ്ങനെ ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം കൂത്താട്ടുകുളം സ്റ്റാൻഡിൽ നിന്നും ഞങ്ങൾ ബസ് എടുക്കാൻ പോവുകയാണ്. അത് ആരൊക്കെ ചാറ്റൊക്കെ തോന്നിട്ട് ഞങ്ങളാരും മൈൻഡാക്കിയിട്ടൊന്നുമില്ല. കൂത്താട്ടുകുളം നേരെ ബസ് എടുത്ത് നേരെ മൂവാറ്റുപുഴ, കോതമംഗലം, പിന്നെ അത് കഴിഞ്ഞിട്ട് നേര്യമംഗലം. നേര്യമംഗലത്ത് നിന്നാണ് ശരിക്കും ഇടുക്കിയിലേക്കുള്ള കവാടം തുടങ്ങുന്നത്. നേര്യമംഗലം നവോദയ സ്കൂളാണ്, അതിൻ്റെ ഗേറ്റാണ് അത് കാണുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നേരെ അവിടെ നേര്യമംഗലം ഒരു പാലമുണ്ട്. നമ്മൾ കുറേ വീട്ടിലേക്കാണ് ഒരു പാലം. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. അപ്പോൾ അത് കഴി പാസ് ചെയ്തിട്ട് നേരെ മൂന്നാറേക്കാണ്. ഈ നേര്യമംഗലം ഈ പാലം എന്ന് പറഞ്ഞാൽ ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്നാമത് ഇത് പെരിയാറിന് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ആർച്ച് പാലമാണ്. അതായത് ഏകദേശം 1935 നിർമ്മിച്ചത്. 90 വർഷം പൂർത്തിയായി ഈ പാലം നിർമ്മിച്ചു കഴിഞ്ഞിട്ട്. ഇടുക്കിനെയും എറണാകുളം ജില്ലയെയും ബന്ധിപ്പിക്കുന്ന പാലമാണ്. പുതിയൊരു പാലം ഇപ്പോൾ ഈ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെ ഒരു പുതിയ പാലം നിർമ്മിക്കുന്നുണ്ട്. കാരണം മെയിനായിട്ട് എന്ന് വെച്ചാൽ ഈ ബ്ലോക്കാണ് പ്രശ്നം എടുത്തത്. 2 ബസ് വന്നു കഴിഞ്ഞാൽ പോകാൻ പറ്റില്ല. കാരണം അത്ര ഇതിൻ്റെ ഒരു ഏകദേശം വീതി 4 മീറ്റർ 5 മീറ്റർ അടുത്ത് അങ്ങനെ ഈ റോഡിൻ്റെ പാലത്തിൻ്റെ വീതിയുള്ളൂ. പാലം കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് ഉള്ളിലോട്ട് എത്തുമ്പോഴേ നമുക്ക് കുറച്ച് തണുപ്പൊക്കെ അടിച്ചു തുടങ്ങും. നമ്മൾ എറണാകുളത്തിൻ്റെ ഒരു കാലാവസ്ഥ ആയിരിക്കില്ല പിന്നെ ഈ പാലത്ത് ഇങ്ങനെ കയറി തുടങ്ങുമ്പോഴേക്കും. നമ്മൾ ഡ്രൈവർ കിട്ടില്ല, ഡ്രൈവറാണ്. അപ്പോൾ അത് നല്ല രസമാണ്. ഫ്രണ്ടിൽ നിന്നിട്ട് പുള്ളിയുടെ ഡ്രൈവിങ്ങും പിന്നെ ഇവിടുത്തെ ഈ കാട്ടിലൂടെയുള്ള യാത്രയൊക്കെ നല്ല രസമാണ് പോകാൻ. ഇതേപോലെ ഒരു കാർ ഇത് ആക്സിഡൻ്റായി കിടക്കുകയാണ്. ഇപ്പം നമ്മൾ ഇവിടുന്ന് ഈ റൂട്ട് തുടങ്ങിയെടുത്തിട്ട് മുഴുവൻ ഇങ്ങനെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറയാനുള്ള വെച്ചാൽ ഇപ്പോൾ ഇനി യാത്ര എങ്ങോട്ടേക്ക് പോകുന്നവർ മെല്ലെ പോകാൻ ശ്രദ്ധിക്കുക. കാരണം 2 സൈഡ് ചെറിയ റോഡുമാണ്. ഫുള്ള് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പണിയും നടക്കുന്നുണ്ട്. ഫുള്ള് റോഡ് സൈഡിലൊക്കെ റോഡ് പണി നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വലിയ വണ്ടികൾ വരുമ്പോൾ ചെറിയ പാലൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ വണ്ടികൾ 2 എണ്ണം വന്നു കഴിഞ്ഞാൽ പാസ് ചെയ്ത് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ നിർത്തി വെച്ച് കൊടുക്കണം. അപ്പോഴേ വലിയ വണ്ടികളിങ്ങനെ പാസ് ചെയ്ത് പോകാൻ പറ്റും. നേര്യമംഗലത്ത് മൂന്നാറേക്ക് പോകുന്ന വഴിക്കുള്ള ആദ്യത്തെ വെള്ളച്ചാട്ടം ചീയപ്പാറ വെള്ളച്ചാട്ടമാണ് അതിൻ്റെ പേര്. അപ്പം മഴക്കാലം അല്ലാത്തതുകൊണ്ടാണ് ഇപ്പം അതിൻ്റെ അകത്ത് വെള്ളം കുറവാണ്. ഏകദേശം 10:15 ഞങ്ങൾ കൂത്താട്ടുകുളത്ത് നിന്ന് വണ്ടി എടുത്തത്. അപ്പോൾ അവിടെ നിന്ന് ഫുള്ള് പാട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം ഇപ്പോൾ ഒരു 12:45. ഇപ്പോൾ ഞങ്ങൾ അടിമാലി ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അടിമാലി ടൗണാണ് ഈ കാണുന്നത്. നേരെ ഇനിയിപ്പോൾ അടിമാലി സ്റ്റാൻഡിലേക്ക് ആയിരിക്കുമ്പോൾ അടിമാലി സ്റ്റാൻഡാണ് കാണുന്നത്. പിന്നെ ഇവിടുന്ന് കുറച്ച് സമയം ഇവിടെ ഹാൾട്ട് ഉണ്ടാവുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പിന്നെയും മൂന്നാർക്ക്. ഇവിടുന്ന് മൂന്നാറേക്ക് ഏകദേശം ഒരു 10-30 കിലോമീറ്റർ അങ്ങനെ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അടുത്തെത്താറ് എവിടെയും വലിയ തണുപ്പൊന്നുമില്ല, എന്നാലും കുറച്ച് വലിയ ചൂടുമില്ല, അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് ഇവിടെ.
കുറച്ച് നേരം ഇവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഇവിടുന്ന് പിന്നെയും ബസ് എടുത്തു നേരെ മൂന്നാറേക്ക്. ഇവിടുത്തെ അടിമാലി ഒരു പാലം കഴിഞ്ഞിട്ട് ഇവിടെ ജീപ്പൊക്കെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ജീപ്പ് സഫാരീൻ്റെ കേട്ടോ അതൊക്കെ. അങ്ങനെ ടൗണൊക്കെ ഞങ്ങളിത് മൂന്നാറിൻ്റെ ഏകദേശം യഥാർത്ഥ കാഴ്ചകളിലേക്ക് നമ്മളിങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല തേയിലത്തോട്ടമൊക്കെ വന്നു തുടങ്ങി. നല്ല യാത്ര നല്ല രസമാണ് തേയിലത്തോട്ടമൊക്കെ ഇടയിലോട്ട് ഇങ്ങനെ പോകാൻ വേണ്ടി. ഇപ്പോൾ കുറച്ച് തണുപ്പൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം മൂന്നാറൊക്കെ അടുത്തു. വലിയ മലകളും അപ്പുറ സൈഡ് വലിയ മലകളൊക്കെ കാണും. പക്ഷേ ഇവിടെ നിന്ന് ഈ വീഡിയോയിലെടുത്ത് അത്ര ക്ലിയർ ആയിട്ടുണ്ടോ. നല്ല വലിയ മലകളൊക്കെ കാണും. അവിടെ ഫുള്ള് പച്ചപ്പ്, തേയിലത്തോട്ടം, പിന്നെ ഇടക്കെന്തോ ചെറിയ വലിയ വലിയ മരങ്ങളൊക്കെ കാണുന്നത് എന്താണെന്നറിയില്ല. പക്ഷെ നല്ല രസമുണ്ട് അത് കാണാൻ. അങ്ങനെ ഞങ്ങൾ മൂന്നാർ KSRT സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ബസ് ഇവിടെ നിർത്തി. ബസ് ഇപ്പോൾ ടൗണിലേക്ക് പോകാമെന്ന്. അപ്പോൾ ഞങ്ങളിവിടെ ഇറങ്ങി. ഞങ്ങളുടെ റൂം ഏകദേശം ഇവിടെ അടുത്താണ് ഞങ്ങൾ എടുത്തേക്കണം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇറങ്ങിയിട്ട് അങ്ങോട്ടേക്ക് പോകാമെന്ന്. നമ്മളിതാ മൂന്നാറെത്തി. നമ്മളിപ്പോൾ റൂം വരുത്തിക്കൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഫുൾ സീസൺ ആയതുകൊണ്ട് റൂം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഞങ്ങളിവിടെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവിടത്തേക്ക് പോയിക്കൊണ്ട് നിൽക്കുകയാണ് റൂട്ട് നോക്കിയിട്ട്. അപ്പോൾ മൂന്നാർ ഡേയ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോട്ടേജിലേക്ക് ഇനി ഈ കാണുന്ന കേട്ടോ മൂന്നാർ KSRT സ്റ്റാൻഡ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നാണ് ആ ഡബിൾ ഡെക്കർ ബസ് ബുക്ക് ചെയ്തേക്കണം. അപ്പോൾ ഒരു 4 മണിയാകുമ്പോൾ ഏകദേശം അത് വരും. അപ്പോൾ ഇപ്പോൾ ഏകദേശം 2 മണി ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ റൂമിലൊക്കെ പോയിട്ട് ബാഗ് അവിടെ വെച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് നേരെ ബസ് ഡബിൾ ഡെക്കർ ബസ്സിൽ കയറാമെന്ന് വിചാരിക്കും. അപ്പോൾ ഇങ്ങനെ റൂം ഈ ഭാഗത്തായിട്ടാണ് ലൊക്കേഷൻ കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ റൂമിൽ തപ്പി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് നമുക്കുണ്ട് മൂന്നാർ. ഗായ്സ് അങ്ങനെ നടന്നിടന്ന് ഞങ്ങൾ അവസാനം റൂം കണ്ടുപിടിച്ച് ഇതേ ഈ കാണുന്നതാണ് ഞങ്ങൾ ബുക്ക് ചെയ്തേക്കുന്ന ഹോട്ടലിൻ്റെ ഫ്രണ്ട്. അപ്പോൾ അതിൻ്റെ മേലെയാണ് റൂമുണ്ട്. അപ്പോൾ അവിടെ റൂമൊക്കെ ചോരൊക്കെ ചോദിക്കുന്നുണ്ട്. തൊട്ട് സൈഡിൽ തന്നെ വലിയ മലയൊക്കെ ഉണ്ട്. മൂന്നാർ റൂമിലെത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ സുന്ദരമായ റൂമുകൾ. ഗൈസ് ഞങ്ങൾ റൂമിൽ നിന്നുള്ള പുറത്തേക്കുള്ള കാഴ്ച കണ്ടുള്ളൂ. ഇങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുത്തോട്ടെ. ഞങ്ങളുടെ റൂമിൽ നിന്ന് പുറത്തേക്കുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. KSRT സ്റ്റാൻഡാണ് അവിടെ കാണുന്നത്. അവിടെ തന്നെ അത് KSRT സ്റ്റാൻഡ്. ഇനി ഇങ്ങോട്ടേക്ക് നല്ല തേയിലത്തോട്ടം, വലിയ തേയിലത്തോട്ടമുണ്ട്. വലിയൊരു മലയുടെ ചെറിയൊരു അമ്പലമുണ്ട് അവിടെ. ഞങ്ങൾ കുറച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോകണം. ഭക്ഷണം കഴിച്ചിട്ട് വന്നിട്ട് ഭക്ഷണം കഴിച്ചില്ല. ഭക്ഷണം കഴിച്ചിട്ടാണ് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകുക. ഗൈസ് ലാക്മി ഐക്കോണിക് ഹാജറിട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്കെന്ത് തരുമോ ഫൗണ്ടേഷൻ? നമുക്കിനി മനുഷ്യരുടെ റൂമിലോട്ടേക്ക് പോകാം. ഇവരുടെ റൂം അടച്ചിട്ടേക്കാണ്. ഇതാണ് മനുഷ്യരുടെ റൂം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ റൂമിൽ പുറത്തേക്കുള്ള കാഴ്ച കണ്ടെടുക്കണം. രണ്ടും സെയിം ആണ്. ഞങ്ങളുടെ റൂമിലുള്ളതും ഇവരുടെ റൂമിലുള്ളതും സെയിം കാഴ്ചകൾ. എന്നാ ഫുഡ് കഴിക്കാൻ നമുക്ക് വിശക്കണല്ലേ? ഞങ്ങളങ്ങനെ റൂമിൽ നിന്ന് പുറത്തിറങ്ങി ഹോട്ടൽ തേടിയുള്ള യാത്രയാണ്. ഇവിടെ നല്ലൊരു ഹോട്ടൽ അടുത്തുനിന്ന് ബാല റെസ്റ്റോറൻറ്റ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അയാൾ അവിടുത്തെ. നിങ്ങളെങ്ങനെ ഇവിടുത്തെ നല്ലൊരു ഹോട്ടൽ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ബാല റെസ്റ്റോറൻറ്റ്. KSRT സ്റ്റാൻഡിൽ നിന്ന് വരുമ്പോൾ നേരെ ഒരു 100 മീറ്റർ മുന്നേ വരുമ്പോൾ ബാല റെസ്റ്റോറൻറ്റ്. ഞങ്ങളെ റൂമിൻ്റെ അവിടെയുള്ള അവിടുത്തെ അവർ പറഞ്ഞാൽ മതി ഈ റെസ്റ്റോറൻറ്റ്.
താഴെയല്ലോ ഒന്ന് അതല്ലേ ഞാൻ പറഞ്ഞു ചായ നമ്മൾ ശരിക്കും ബാല റെസ്റ്റോറൻറ്റിൽ കയറിയില്ല, അതത്ര ഒരു സുഖമായിട്ട് തോന്നില്ല. അപ്പോൾ ഞങ്ങളതിന് തൊട്ടപ്പുറത്ത് തന്നെയുള്ള ശ്രീ അന്നപൂർണ്ണ എന്നുള്ള റെസ്റ്റോറൻറ്റ്, അതിലോട്ട് കയറി ഞങ്ങൾ. ഇത് ഷസാം ഫ്രൈഡ് റൈസ്, ഇത് മഷ്റൂം റൈസ്, ഇത് മഷ്റൂം നൂഡിൽസ്. ഇത് ഞങ്ങൾ ബാലേൻ്റെ ഹോട്ടലിൽ കയറി. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ മുന്നിൽ കാണുന്ന വലിയ മലയില്ല, റൂം നോക്കിയപ്പോൾ കണ്ട മലയില്ല, ആ മലയിലോട്ടാണ് കയറാൻ പോവാണ്. മനസ്സിട്ട് അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറച്ച് ബാക്കിൽ. നമ്മളെങ്ങോട്ടാ പോകണമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ മുനീശ്വര മുടിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളത്തെ മുനീശ്വര മുടി വർഷത്തിൽ 2 പ്രാവശ്യം തുറക്കും. ഒരു തവണ ഇവിടുത്തെ മെയിലും പിന്നെ ഡിസംബറിലും. ഇവിടുത്തെ തേയില തൊഴിലാളികൾ ഒരു തവണ അതിന്റെ ആഘോഷം നടത്തും. പിന്നെ രണ്ടാമത് എടുത്ത നാട്ടുകാർ. പൂവ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പേരൊന്നറിയില്ല, എന്നാൽ കാണുമ്പോൾ രസം ഉണ്ടാവും. ഇതിലാണ് താറ് ജീപ്പ കഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇതിലും ഫോട്ടോ, ആ ഫോട്ടോ എന്താ മരുന്ന്? പേരറിയത്തില്ല, പക്ഷെ ഈ ഇല അറിയുന്നവര് നോക്കി വെച്ചോ. ഞങ്ങൾക്ക് ബസ് 4 മണിക്കാണ്. സമയം 3:30 ഞങ്ങൾ നടന്ന് അങ്ങോട്ട് എത്തൂല. അവിടെ എത്തിക്കാൻ തിരിച്ചു ബസ് പോകും. സമയത്തിന് 3:30 നടക്കൂല. അപ്പൊ നമ്മൾ നേരെ തിരിച്ച് KSRTC നമ്മൾ നേരത്തെ ഇറങ്ങിയാൽ പോകാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇവിടെ 2 എണ്ണം ഒരുങ്ങി സമയം പോക്കിയിട്ട് പോകാൻ പറ്റാതെ. ഇതാണ് മൂന്നാറിലെ KSRTC ബസ് സ്റ്റാൻഡ്. ഇവിടെ നിന്നാണ് ഞങ്ങൾ ഡബിൾ ഡെക്കർ ബസ്സിൽ കയറാൻ പോകുന്നത്. പക്ഷെ വന്നിട്ടില്ല, 4 മണിക്കാണ് പറഞ്ഞിരുന്നത്. ഉണക്കല്ലേ ഇതിനകത്ത് കിട്ടും. പറന്ന് എടുത്ത് ജീപ്പുകളൊക്കെ കിട്ടിയില്ലല്ലോ. ടഫ് റൈഡേഴ്സ് അവിടെ. നമ്മളുടെ ബസ്സുകളാണ് ഡബിൾ ഡെക്കർ ബസ്. ബുക്ക് ചെയ്ത ബസ് സീറ്റുണ്ടാവുകയും ചോദിക്കുന്ന KSRTCൻ്റെ ഓൺലൈൻ സൈറ്റിലേക്ക് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ രാവിലെ 9 മണിക്ക്, പിന്നെ ഉച്ചയ്ക്ക് 12:30, വൈകുന്നേരം 4 മണിക്ക്, അങ്ങനെ 3 സമയങ്ങളിലാണ് ഇതിൻ്റെ യാത്ര പോകുന്നത്. ഞങ്ങൾ ബുക്ക് ചെയ്തേക്കുന്നത് വൈകുന്നേരം 4 മണിക്കുള്ളതാണ്. നിങ്ങൾ സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടോ? ഞങ്ങളങ്ങനെ അതിൻ്റെ അകത്തോട്ട് കയറുകയാണ്. മേലത്തെ ഫ്ലോറിലാണ് നമ്മളിനി ബസ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഒന്നുകിൽ രാവിലെ 9 മണിക്ക്, അല്ലെങ്കിൽ വൈകുന്നേരം ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഉച്ചയ്ക്ക് ഭയങ്കര വെയിലായിരിക്കും. അത് മേലെ ഇതുണ്ടോ ഫുള്ള് ഗ്ലാസ്സാണ്, അപ്പോൾ നല്ലതായിട്ട് വെയിലടിക്കും. അല്ലെങ്കിൽ പിന്നെ നല്ല സീസണുള്ള സമയത്ത് പോകണം. ഇപ്പം നല്ല മഴക്കാലം അധികം അല്ലാത്തതുകൊണ്ട് ഇവിടെ അധികം വലിയ തണുപ്പില്ലല്ലോ. അപ്പോൾ വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞങ്ങൾ ബസ്സിൽ കയറി ഫ്രണ്ട് സീറ്റിൽ കാണില്ല. ഹായ് പറ. അപ്പം 4 മണിക്ക് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യും. മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്ര നേരം ഇവിടെ മഴയൊന്നും ഇല്ലായിരുന്നു, നല്ല കാലാവസ്ഥയായിരുന്നു. അപ്പം ഞങ്ങളുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മഴയത്താണ് ഞങ്ങൾ മേലെയും ക്ലാസ്. അങ്ങനെ സ്റ്റാൻഡിൽ നിന്ന് ബസ് എടുത്ത് ഞങ്ങളുടെ ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്.
ഇതുണ്ട് പൂപ്പാറ തേനി. ക്ലിയർ ആവുന്നതെന്ന് അറിയില്ല, ഗ്ലാസ്സിൽ മഴ പെയ്തുകൊണ്ട് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുമളി അപ്പോൾ ആ റൂട്ടിലേക്കാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര പോകുന്നത്. ഇവിടെ 3-4 സൈറ്റിലങ്ങനെ നിർത്തിയിട്ട് ഇങ്ങനെ ഓരോന്ന് കാണിച്ചു തരുന്നിട്ട് അങ്ങനെ പോകും. അങ്ങനത്തെ രീതിയിലാണെന്ന് തോന്നുന്നു. ഇത് മൂന്നാറിൻ്റെ ഇടയിലൂടെ പോകുന്നൊരു പുഴ. ഇത് ട്രാക്ടറാണ്, മഞ്ഞ നല്ല രസമുണ്ടാകാണ്. ഇത് ഇവിടുത്തെ ഗവൺമെൻറ് ബോട്ടാണിക്കൽ ഗാർഡൻ മൂന്നാർ. ഇത് നല്ല തിരക്കുണ്ട് കേട്ടോ. ഇവിടെ ഞങ്ങളിവിടെ കയറാൻ പറ്റൂല, ബസ്സിലായതുകൊണ്ട്. ബസ്സിൽ പോകാൻ നമുക്കിങ്ങനെ ഓരോ സ്ഥലങ്ങളിങ്ങനെ പോകാൻ പറ്റില്ല. അവരുടെ ഓരോ 4 സൈറ്റ് ഉണ്ടാവുമല്ലോ, അവിടെ നമുക്ക് നിർത്തിത്തരും. എന്നിട്ട് പിന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അടുത്ത സൈറ്റിലൂടെ ഇങ്ങനെ പോയി പോകണം. ഇവിടെ ഇപ്പോൾ ചെറുതായിട്ട് മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടുത്തെ കാണുന്ന ഇതൊക്കെ നല്ല രസമാണ്. മഴ പെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഭംഗി കിട്ടും ഇവിടുത്തെ സ്ഥലത്തിനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ അടുത്ത് ഒരു സ്പോട്ടിൽ, സൈറ്റ് സീയിങ്ങിൻ്റെ ഒരു സ്പോട്ടിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് ഇനി ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത സ്പോട്ടിലോട്ട് പോകും. ഞങ്ങളിപ്പോൾ എത്തിയേക്കുന്നത് സിഗ്നൽ പോയിന്റ് എന്നുള്ള ആദ്യത്തെ ഒരു സ്റ്റേഷനിലാണ്. സിഗ്നൽ പോയിന്റിൽ ഇറങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് സമയം ഉണ്ടാകുമെന്ന് പറഞ്ഞു. നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിയുമ്പോഴേക്കും പെട്ടെന്ന് സമയം പോകണ പോലെ ഉണ്ടാവും. അപ്പം മര്യാദയ്ക്കൊരു ഫോട്ടോ ഒക്കെ എടുത്ത് വരുമ്പോഴേക്കും അവർ വിസിലടിക്കും, എന്നിട്ട് നമുക്ക് പോകാമെന്നൊക്കെ പറയും. ഇടുക്കിയിലെ ആദ്യത്തെ ടോൾ പ്ലാസയിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇപ്പോൾ ഏകദേശം 300 കോടി രൂപ ചിലവിട്ട് നിർമ്മിച്ച ദേശീയപാത, ഏകദേശം 40-41 കിലോമീറ്റർ നീളമാണ് ഈ ദേശീയപാതയൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് ഇതിപ്പോൾ ഇവിടെ നിന്ന് കാണാം, ഫ്രീ ടോൾ പ്ലാസ എന്ന് പറഞ്ഞിട്ട് 1 കിലോമീറ്റർ. ഇടുക്കിയിലെ ആദ്യത്തെ ടോൾ പ്ലാസയാണ് മൂന്നാർ. അങ്ങനെ ടോൾ പാസേ കഴിഞ്ഞിട്ട് നല്ല കിടിലൻ വ്യൂ ഉണ്ട്. ഇവിടെ ഫുള്ള് തേയിലത്തോട്ട് നല്ല രസമാണ്. മഴയൊന്ന് പെയ്തു പോയതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല വലിയ മലകളും. പക്ഷെ ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ നിർത്തി തന്നില്ല. ഇവിടെ നല്ലൊരു സൈറ്റായിരുന്നു, നല്ല കുറേ കടകൾ ഇതൊക്കെയുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് ഹാൾട്ടില്ല. ശരിക്കും ഇവിടെ ഒന്ന് വേണ്ടതായിരുന്നു, നല്ലൊരു സൈറ്റായിരുന്നു ഇവിടെ. ഞാൻ നേരത്തെ പറഞ്ഞ ആ വ്യൂ പോയിന്റ് അവിടെ കണ്ട താഴെ കണ്ട കുറേ കടകളൊക്കെ വെച്ചില്ല, അവിടെ ആയിരുന്നു അത്. പക്ഷെ അവിടെ ഞങ്ങൾക്ക് നിർത്തി തന്നില്ല. ഞങ്ങൾ അവിടെ നിന്ന് ഇപ്പോൾ കുറച്ച് മേലോട്ടേക്ക് ഇങ്ങനെ കയറി. അങ്ങനെ അടുത്ത ലൊക്കേഷൻ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് ലോക്കാർട്ട് വ്യൂ പോയിന്റ് എന്നാണ്. അപ്പോൾ ഞങ്ങൾ നേരത്തെ കണ്ട സ്ഥലത്ത് നിന്ന് കുറച്ചുകൂടെ മേലോട്ട് കയറി അവിടെയാണ്. ഇപ്പോൾ ഇവിടെയും 10 മിനിറ്റ് സമയം ഞങ്ങൾക്ക് സമയമുണ്ടാവും. ഇവിടെ ഞങ്ങൾ അധികം ഫോട്ടോ ഒന്നും എടുത്തില്ല. കുറച്ച് നേരം പുറത്തിറങ്ങി ഒന്ന് ഫ്രഷ് എയർ കൊണ്ട് പിന്നെ വണ്ടി തന്നെ കയറി. വ്യൂ പോയിന്റ് ആണ് താഴത്തോട്ട് കാണുന്നത്. ഓപ്പോസിറ്റ് തന്നെയാണ് മലയക്കള്ളൻ ഗുഹ എന്ന് പറയും. മലയക്കള്ളൻ ഗുഹ എന്ന് പറയും. നമുക്ക് ഇവിടെ ഇറങ്ങാം. 10 മിനിറ്റ് സമയമുണ്ട്, ചായ കുടിക്കാനും സമയമുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ ഗ്യാപ്പ് റോഡ് വ്യൂ പോയിന്റിൽ ഇറങ്ങി. ഇവിടെ നല്ല ചൂടുള്ള ചോളവും പിന്നെ ചായ കുടിക്കാൻ വിചാരിച്ചു.
ഇവിടെ വേറെ പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഫുഡൊന്നുമില്ല. ഈ ചോളം പിന്നെ മാഗി അങ്ങനത്തെ ഐറ്റംസാണ് ഇവിടെ കൊടുക്കാനുണ്ടാവുക. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ചോളമൊക്കെ കഴിച്ചിട്ട് നേരെ മലയിൽ കള്ളൻ ഗുഹ എന്നുള്ളത് കാണാമെന്ന് വിചാരിച്ചു. ഈ ഗുഹയ്ക്ക് പലതരം ചരിത്രങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒരു കാലത്ത് ഇവിടെ തോട്ടത്തിൽ പണിയെടുത്തിരുന്ന ഒരു സായിപ്പിൻ്റെ പറമ്പിൽ നിന്നൊക്കെ ഒരു കള്ളൻ മോഷ്ടിച്ചു കൊണ്ടുവന്ന് ഈ ഗുഹയുടെ പല ഭാഗത്ത് ഒളിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഈ റോഡിലൂടെ പാസ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തുനിന്ന് മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് കള്ളന്മാർ ഇതിൻ്റെ അകത്ത് ഒളിച്ചിരുന്നു എന്നൊക്കെ പറയുന്ന പല ചരിത്രങ്ങളുണ്ട്. പക്ഷേ കറക്റ്റ് എന്താണെന്ന് അറിയില്ല. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യാം. ഞങ്ങൾ ഇതിൻ്റെ അകത്തോട്ട് കയറാമെന്ന് വിചാരിച്ചു. നല്ലൊരിടാണ് ഇതിൻ്റെ അകത്ത്. അപ്പോൾ കയറുമ്പോൾ എന്തായാലും ഒരു ടോർച്ച് ഫ്ലാഷ് അടിച്ചുകൊണ്ട് കയറലേ നടക്കും. നല്ല ഇരുട്ടാണ് ഇതിൻ്റെ അകത്ത്. ഇതിനകത്ത് കയറുമ്പോൾ തന്നെ എന്തോ ഒരു സ്മെല്ലാണ് കേട്ടോ. എന്തോ മൂത്രം ഒഴിച്ച പോലത്തെ സ്മെല്ല് ഇതിൻ്റെ അകത്ത് അടിക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ ഗുഹ. ഇത് ഈ കാണുന്ന ഇത്ര ഏരിയ ഇത് മാത്രമേ ഉള്ളൂ. കുറച്ച് അങ്ങോട്ടും അപ്പോൾ ആ ഭാഗത്തോട്ടൊക്കെ എന്തൊക്കെ കള്ളന്മാർ മോഷ്ടിച്ചിട്ട് ഒളിപ്പിച്ചു വെച്ചെന്നൊക്കെയാണ് ചരിത്രങ്ങൾ പറയുന്നത്. എന്താണെന്ന് കറക്റ്റ് അറിയില്ല. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യാം. മലക്കള്ളൻ ഗുഹേൻ്റെ സൈഡിലുള്ള ഒരു വ്യൂ ആണ് കേട്ടത്. അവിടുത്തെ കുറേ മണ്ണൊക്കെ ഇടിഞ്ഞ പോലെ കാണുന്നുണ്ട്. അവിടെ നിന്നുള്ള ഓപ്പോസിറ്റ് ഗ്യാപ്പ് റോഡിലേക്കുള്ള വ്യൂ എന്നുള്ളത് ദേ കാണുന്നതാണ്. അങ്ങനെ ഗ്യാപ്പ് റോഡ് വ്യൂ വേണ്ടി ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്കുള്ള യാത്രയാണ്. എല്ലാ സ്ഥലത്തും നിർത്തി തരുമ്പോൾ ഒരു 10 മിനിറ്റ് സമയം ഉണ്ടാകും നമുക്ക്. ചിലപ്പോൾ ചായ കുടിക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ഒരു 10 മിനിറ്റ് സമയം നിർത്തി തരും. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സൈക്കിളോട്ടുള്ള യാത്രയിലാണ്. മൂന്നാറിലെ ഓറഞ്ച് തോട്ടങ്ങൾക്കിടയിലൂടെ ഞങ്ങൾ നടക്കാൻ പോവുകയാണ്. പക്ഷെ ഇവിടെ ഓറഞ്ചും ഇല്ല, ഒന്നുമില്ല. ഓറഞ്ചിൻ്റെ സീസൺ ഇപ്പം അല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ഓറഞ്ചിൽ ഒന്നുമില്ല. ഇതാ ഓറഞ്ച് മരം. ഓറഞ്ചൊന്നും ഇല്ല. നമ്മളുടെ ബസ്സിലിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പുറത്തുള്ള ആൾക്കാർക്ക് ഭയങ്കര കൗതുകം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരും നമുക്ക് ടാറ്റ തരുന്നുണ്ടോ. നമ്മൾ അങ്ങോട്ടും ടാറ്റ കൊടുക്കും, അവരിങ്ങോട്ടും ടാറ്റ തരും. നമ്മളങ്ങനെ അടുത്ത ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ലാസ്റ്റ് ലൊക്കേഷൻ. ഇതാണ് കേട്ടോ, ആനയിറങ്കൽ ഡാം വ്യൂ പോയിൻ്റാണ് ഇതിന് പറയണത്. ഇത് ആ കാണുന്ന ആനയിറങ്കൽ ഡാമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ളത് പന്നിയാർ റിവറിലാണ് ഇത് ഡാം വെച്ചേക്കുന്നത്. അപ്പം ഇതിൻ്റെ അടുത്തുള്ള ഈ കാണുന്ന ഈ തേയിലത്തോട്ടമൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ടാറ്റയുടെ ടീ പ്ലാന്റേഷൻസാണ് ഇതൊക്കെ കാണുന്നത്. ഇത് ലാസ്റ്റ് ഇത് കുമളി റോഡിൽ ഉള്ള വ്യൂ പോയിൻ്റാണ് കേട്ടോ. ഇത് മൂന്നാർ കുമളി റോഡിൽ. അങ്ങനെ ആനയിറങ്കൽ ഡാമിൽ നിന്നും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത് സെയിം റൂട്ട് തന്നെയാണ് തിരിച്ച് പോകുന്നത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാഴ്ചകളിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നാളെ ഞങ്ങൾ നേരെ കോയമ്പത്തൂർ ഊട്ടിയിലേക്കാണ് ഞങ്ങളുടെ അടുത്ത ട്രിപ്പ്.